സിനിമയിലേക്ക് വന്ന സമയം എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ ഒരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണല്ലോ. അതെ, പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ട് വളരെ പോസിറ്റീവാണെന്ന് മേതിൽ പറയുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം പുറത്ത് ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് പുറത്ത് പറയുന്നു, അതായത് അതിൽ കൊടുത്തിരിക്കുന്ന മൊഴികളല്ല, അല്ലാതെ പറയുന്ന പല കേസുകളും അതിൻ്റെ ജെന്യൂനിറ്റിയിൽ സംശയമുണ്ട് എന്ന് ഒരു തവണ പറയുകയും ചെയ്തു. ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ, എങ്ങനെയാണെന്ന് തോന്നുന്നു? ഇപ്പോൾ ഓരോ ദിവസവും ഓരോ രൂപത്തിൽ വരുന്നു. ഇപ്പോൾ മുകേഷിന് തന്നെ മുൻകൂർ ജാമ്യം കിട്ടിയതിനെതിരെ ഇപ്പോൾ അവരിന്ന് പ്രതികരിക്കുന്നു. പണം ചോദിച്ചിട്ടുണ്ട് ഞാൻ മുകേഷിനോട് എന്ന് പറയുന്നുണ്ട്. അതുവരെ പറഞ്ഞു പണം ചോദിച്ചിട്ടുണ്ട്, അത് പുതിയ കാര്യമാണ്. പണം ചോദിച്ചിട്ടുണ്ട്, ആ പണം കിട്ടിയില്ല. അപ്പോൾ പണം കിട്ടാത്തതുകൊണ്ടാണോ ഇങ്ങനെ പരാതി എന്നൊരു സംശയം വരുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ കോടതിയിലെത്തുമ്പോൾ ഒരുപക്ഷം ഇത്തരം കേസുകൾ തള്ളിപ്പോയേക്കാം. പക്ഷെ ജെന്യൂനായ ഒരുപാട് കേസുകൾ അപ്പുറത്ത് മൊഴിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും എഫക്റ്റ് ചെയ്യുമോ എന്താണ് തോന്നുന്നത്? അറിഞ്ഞൂടാ, അത് എഫക്റ്റ് ചെയ്യുമല്ലോ. നമുക്ക് എല്ലാം ഇന്നിപ്പോൾ എവിഡൻസ് ബേസ്ഡ് അല്ലേ, കോടതി അടക്കം. നമ്മളൊരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എവിഡൻസ് ഇല്ലാണ്ടൊന്നും, നമ്മൾ പല രീതിയിലും അറിയാമല്ലോ. എന്തുണ്ടെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ബാക്ക്ഡ് ബൈ എവിഡൻസ് അല്ലെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു ലീഗൽ ഫിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു അവസ്ഥയിലാണ് അതാണ് ഇന്നത്തെ കോടതിയുടെ നിയമം. സ്ത്രീകൾക്ക് ഫേവർ ആയാലും ഇറ്റ് സ്റ്റിൽ ഗോസ് ബൈ എവിഡൻസ്. ഇത്രയുള്ളൂ. അത് നല്ല കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ അതിലുരുത്തിരിഞ്ഞ് വരുന്ന നമുക്ക് പക്ഷെ പറയാനൊന്നും പറ്റില്ല കേട്ടോ. ശരിയായേക്കാം, തെറ്റായേക്കാം, അത് അവർ ഡിറ്റർമിൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും. ഒരു പുതിയൊരു ചേഞ്ച് വരുമ്പോൾ വേണ്ടതുണ്ടാവും, വേണ്ടാത്തതുണ്ടാവും. ചിലപ്പോൾ വേണ്ടാത്ത തന്നെ വേണ്ടതിന് വേണ്ടിയിട്ടായിരിക്കാം. നമുക്ക് തികച്ചും ഒന്നും നമുക്ക് അങ്ങനെ നല്ലതിലേക്ക് എത്താനുള്ള ഒരു നടക്കുന്ന കാര്യങ്ങൾ. ഈ ഒരു കെയോസ് എപ്പോഴും ചേഞ്ചിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. നല്ലതാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഈ അക്കാഡമിക്സിലും റിസർച്ച് ചെയ്യുമ്പോൾ ഒരു കെയോസ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. വളരെ നല്ലതാണ്. നല്ല അത് ഒരു ദീർഘദൃഷ്ടിയോടെ ചില കാര്യങ്ങൾ പറഞ്ഞാണ് എനിക്ക് സംശയമുണ്ട്. ഞാൻ മേതിൽ ദേവിയെ കണ്ടിരിക്കുന്നത് എന്താ പറയുക, നല്ലോണം തമാശ ഇഷ്ടപ്പെടുന്ന, തമാശ പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ പുറമേ ഉള്ളവർക്ക് തോന്നുന്നത് ഭയങ്കര സീരിയസ് ആയിട്ട് ഒരാളാണ്, അധികം സംസാരിക്കില്ല. അങ്ങനെയല്ലല്ലോ യഥാർത്ഥത്തിൽ, അല്ലേ? പക്ഷെ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയോ? കാരണം ഭയങ്കര എന്താ പറയുക, ഹാർഷായ റിയാലിറ്റീസിനെ ഭയങ്കര ചിരിച്ചിട്ടാണ് അതിനെ കാണുകയും പറയുകയും ചെയ്യുന്നത്. ഹ്യൂമർ, ലൈഫ് എന്ന് പറയുന്ന മൊത്തത്തിൽ ഹ്യൂമർ അല്ലേ. സോ അതൊന്ന് പഠിച്ചതല്ല, വേറെ വഴിയില്ല. റൈറ്റ്, നമുക്ക് ചില ജോയ്സ് ഓഫ് ലൈഫ് ഉണ്ട്. ഞാൻ പറയുന്ന പോലെ പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് റിലേഷൻഷിപ്സിന് ഇത്ര ഇമ്പോർട്ടൻസ് മനുഷ്യന്മാർ കൊടുക്കുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം നമ്മൾ ആദ്യം നമ്മളോടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ശരിയായാൽ മാത്രമേ മറ്റേതൊക്കെ ഇറ്റ് ഗോസ്. ഒരു ജീവിതം, അത് ചെറിയ ജീവിതത്തിലും പല കാര്യങ്ങളും നടക്കും. അത് ചിലത് നമുക്ക് ഇഷ്ടമാവും, ചിലത് ഇഷ്ടാവില്ല, ചിലപ്പോൾ ചിലത് നമ്മളായിരിക്കും തെറ്റ്. അതിനെ ലൈറ്റായി അതേ വേറെ വഴിയില്ല. യു നോ അല്ല, ഈവൻ ആസ് എ വുമൺ നമ്മളെല്ലാ വർക്ക് സ്പേസിലായാലും എനി വർക്ക് എൻവയൺമെൻറ്റ് ഓർ ഫാമിലി എൻവയൺമെൻറ്റ് ഇത്തരം കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറുണ്ട്. ഹാവ് ടു ഹ്യൂമർ.